അപ്പൊ സെഷൻ എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഭയങ്കര ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചാള് ഡൗൺ ആണ്, കുറച്ചാള് ചെയ്തിട്ടില്ല, കുറച്ചാള് ഇതായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. സ്റ്റാർട്ട് ചെയ്ത മുതൽ എന്റെ എനർജി ഇങ്ങനെ പോയല്ലാതെ ഒരു തവണ പോലും താഴത്തേക്ക് പോയിട്ടില്ല. അത് ഒരുപാട് പ്രോബ്ലംസ് ഈ ബിസിനസ്സിൽ ഞാൻ പല തവണയായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ പോലും ഇങ്ങനെ പോയല്ലാതെ തിരിച്ചു പോയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? തിരിച്ചു പോകാൻ വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് തിരിച്ചു പോകാൻ ഒരു പാലം നമ്മളവിടെ വെച്ചിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ തിരിച്ചു പോകും, ഉറപ്പായും പോകും. ഇവിടെ ഇപ്പൊ ശ്രീജിത് സാറ് പറഞ്ഞു എംപ്ലോയി സെൽഫ് എംപ്ലോയി എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിവിടെ ഒരു വലിയ ബിസിനസ്സാ ചെയ്യുന്നത്. ആ ബിസിനസ് നമ്മൾ മാത്രമല്ല ചെയ്യുന്നത്. ഇവിടെ മുനീറ മാം ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മുനീറ മാമിന് എത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. ചിലപ്പോ എന്തെങ്കിലും ഒരു റെക്കമെൻഡേഷനിൽ 1-2 ആൾക്കാരാണ്. പക്ഷെ നമ്മളിവിടെ എത്ര ആൾക്കാരാ? ഇപ്പൊ എന്റെ ടീമിൽ തന്നെ 54 ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ 54 ആൾക്കാരിൽ മിനിമം ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എത്ര ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ്സാ. പിന്നെ നമ്മളിവിടെ ആളെ പിടിക്കുന്ന രീതിയിൽ നമ്മൾ എന്തിനാ ചെയ്യേണ്ട ആവശ്യം? ഇന്ന് എന്റെ ലൈഫ് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ സന മാം, അനീസ മാം, തസ്നി മാം, സിൽഷ മാം, ലാമിഷ മാം, ഇതൊക്കെ എന്റെ ഡയറക്റ്റായിട്ട് ഞാൻ ഇവരുടെ നെയിം എടുത്ത് പറഞ്ഞതാ. ഇത്രയും ആൾക്കാരെ എനിക്ക് ഞാനായിട്ട് ഒരു സപ്പോർട്ട് എടുത്തില്ല, ഞാനൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ എംപ്ലോയിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എംപ്ലോയി സെൽഫ് എംപ്ലോയി എന്നുള്ളത് തന്നെയുള്ളത്. പക്ഷെ ശ്രീജിത് സാറ് പറഞ്ഞ പോലെ നമ്മളൊരു ആക്റ്റീവ് ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വലിയ രീതിയിൽ നമ്മൾ പണമൊന്നും കൊടുക്കാതെയാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഒരു നോർമൽ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം അല്ലെ? അപ്പൊ നമ്മൾ ഒരു തവണ പോലും നമ്മൾ ഓഫ് ആകരുത്. എന്തിനാ ഓഫ് ആകേണ്ട ആവശ്യം? നമ്മൾ എന്തിനാ ഓഫ് ആകേണ്ട ആവശ്യം? ഒരു തവണ പോലും ഒരു ഡേ പോലും നമ്മൾ ഓഫായി നിൽക്കേണ്ട ആവശ്യം എന്താ? നമ്മളിവിടെ വേറെ ഒന്നും സ്ട്രഗിൾ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു തവണ പോലും നിങ്ങൾ ഇപ്പൊ ഡിസിഷൻ എടുക്കാം. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ ബിസിനസ് ക്വിറ്റ് ചെയ്യാതെ മുന്നോട്ട് തന്നെ പോകും. അങ്ങനെയുള്ളവർക്ക് പറ്റിയ പ്ലാറ്റ്ഫോം മാത്രമാണ് ഇത്. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നവർക്ക് പറ്റിയ പ്ലാറ്റ്ഫോം അല്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ എനർജിയിൽ ചെയ്യുന്നവർക്ക് മാത്രമുള്ള പ്ലാറ്റ്ഫോം ആയിട്ട്. അപ്പൊ എല്ലാവർക്കും വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.